നമസ്കാരം. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒന്നാം ഭാഗം ഇറങ്ങി, രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ ഇറങ്ങി. ഈ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ചില ആളുകളൊക്കെ അത് സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുപോയിടണം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്നാൽ ചില ആളുകൾ അതൊരു കലാസൃഷ്ടിയല്ലേ, ഇവിടെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയില്ലേ, പിന്നെ എന്താണ് ഈ സിനിമയ്ക്ക് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത്തരക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ എപ്പോഴും സാധാരണക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ചില ആളുകളൊക്കെ തെറ്റായി ചിന്തിക്കാനും തെറ്റായ വഴിയിലൂടെ നടത്താനും ഒക്കെ സിനിമകൾ പ്രേരണയായിട്ടുണ്ട്. അതൊരു കേരള സ്റ്റോറി മാത്രമല്ല, അത്തരത്തിലുള്ള ഒരുപാട് സിനിമകളുണ്ട്. തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന ഏത് സിനിമയാണെങ്കിലും അത് കൊണ്ടുപോയി സെപ്റ്റിക് ടാങ്കിൽ ഇടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കേരള സ്റ്റോറി മാത്രമല്ല, ഇവിടെ ഒരു സിനിമ ഇറങ്ങിയാൽ നായകൻ ഏത് രീതിയിലാണ് മുടിവെട്ടുന്നത്, ഏത് വസ്ത്രമാണ് ധരിക്കുന്നത്, അത്തരത്തിൽ അതിനനുസരിച്ച് വസ്ത്രം ധരിക്കാനും മുടിവെട്ടാനും ഒക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നായകൻ ഇട്ട ഷൂവും അതുപോലെ തന്നെ പാന്റും ഷർട്ടും ഒക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിനുവേണ്ടി മോഷ്ടിക്കാനും ചിലരൊക്കെ തയ്യാറായ കഥകൾ പിന്നീട് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ മോഹൻലാൽ മീശ പിരിക്കുന്നത് പോലെ മീശ പിരിക്കാൻ മീശ ഇല്ലാത്തവനും ശ്രമിക്കുന്നു. അതുപോലെ മമ്മൂട്ടിയെ ഫോളോ ചെയ്യാൻ ചില ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെ ഏതൊരു സിനിമ ഇറങ്ങിയാലും ആ സിനിമയ്ക്ക് പുറകെ പോകുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഒരു കെട്ടകാലത്താണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പച്ചക്കള്ളം വിളിച്ചു പറയുന്നത്. ഈ പച്ചക്കള്ളം അത് വിശ്വസിക്കാനും ഇവിടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളെ അത് അവഗണിക്കണം, ആ സിനിമകൾ കാണാൻ ശ്രമിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ആമുഖമായി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്താനുള്ളത്. ഏതായാലും ഇവിടെ ദൃശ്യം മോഡൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിറ്റായിട്ടുള്ള സിനിമാ മോഡൽ എന്നൊക്കെ ചില കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ തലക്കെട്ടിൽ ഈ ദൃശ്യം മോഡൽ അല്ലെങ്കിൽ മറ്റ് സിനിമയുമായി ബന്ധപ്പെട്ട ആ സിനിമാ മോഡൽ എന്നൊക്കെ ഇടം പിടിക്കാറുണ്ട് വാർത്തകളുടെ തലക്കെട്ടിൽ. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ദൃശ്യം മോഡൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു തൃശ്ശൂർ ജില്ലയിലെ എരുവപ്പെട്ടിക്കടുത്ത് ചിറമനേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത്. 8 വർഷങ്ങൾക്ക് മുമ്പാണ് അത്തരത്തിലൊരു കൊലപാതകം നടന്നത്. അങ്ങനെയാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഈ കഴിഞ്ഞ ദിവസമാണ് ചിറമനേങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് വാങ്ങിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വാങ്ങിച്ച വ്യക്തി നടത്താൻ ശ്രമിച്ചത്. അത് നടത്താൻ ശ്രമിച്ച സമയത്ത് അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഒരു അസ്ഥികൂടം കിട്ടി. ഈ അസ്ഥികൂടം കിട്ടിയപ്പോൾ പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തി കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ അടുക്കളയുടെ ഭാഗത്ത് വീടിനോട് ചേർന്ന് ഈ ഒരു മൃതദേഹം മറവ് ചെയ്തിരിക്കുകയാണ്. ഈ മൃതദേഹം മറവ് ചെയ്തതിനു ശേഷം അവിടെ മണ്ണൊക്കെ തേമ്പി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്തു നിന്നാണ് ഈ അസ്ഥികൂടം കിട്ടിയത്. 185 സെന്റിമീറ്റർ നീളമുള്ള 40നും 45നും ഇടക്ക് പ്രായമുള്ള ഒരു സ്ത്രീയുടേതാണ് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന വാർത്ത ദൃശ്യം മോഡൽ കൊലപാതകം എന്നുള്ളതാണ്. ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് നായകൻ ചെയ്യുന്നത് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെ പകർത്താൻ ശ്രമിച്ചിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ മരിച്ച സ്ത്രീയുടെ, ഈ മറവ് ചെയ്ത സ്ത്രീയാണെന്ന് പറയുന്നു പോലീസ്. ഫോറൻസിക് വിഭാഗമൊക്കെ പരിശോധന നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നത്. എന്തായാലും ഈ മരിച്ച സ്ത്രീയുടെ ദേഹത്തു നിന്നും ഒരു ഏലസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ഏലസിൽ അറബി അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏലസിനകത്ത് എന്നൊരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മുസ്ലിം സ്ത്രീയുടെ ബോഡിയാകാനുള്ള സാധ്യതയുണ്ട്, മൃതദേഹമാകാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കെട്ടകാലമാണ് ഇപ്പോൾ. സിനിമയാണ് യാഥാർത്ഥ്യം. സിനിമക്ക് പുറകെ പോയാൽ ആരും പിടിക്കില്ല. അതിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ നായകൻ രക്ഷപ്പെടുന്നത് പോലെ രക്ഷപ്പെടാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ഉള്ള ഈ ഒരു നാട്ടിലാണ് കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിൽ കാണിക്കുന്ന രംഗങ്ങളും പറയുന്ന കാര്യങ്ങളും ഒക്കെ വിശ്വസിക്കാനും ഇവിടെ ആളുണ്ടാകും. എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകൾ, ആ സിനിമകൾ കാണണ്ട എന്ന ഒരു തീരുമാനമെടുക്കണം. ഇത്തരത്തിലുള്ള മുഴുവൻ സിനിമകളും അതൊരു കലാസൃഷ്ടിയായി കാണാൻ കഴിയില്ല. ആളുകളെ തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. പോലീസിനെ അടിക്കുന്നതും ജനമധ്യത്തിലിട്ട് കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഇവിടെ മോഹൻലാലിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ സിനിമയിൽ ഒരുപാട് അത്തരത്തിലുള്ള രംഗങ്ങളുണ്ട്. എന്തായാലും പോലീസിനെ ഈ അടുത്തിടെ കോഴിക്കോട് ഒരു SIയെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇവിടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ഇങ്ങനെ പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ഈ രംഗങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇറങ്ങിയതിനു ശേഷമാണ്. ഇത്തരത്തിലുള്ള സിനിമകളെ കലാസൃഷ്ടി എന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ ഇത്തരത്തിലുള്ള സിനിമകൾ കാണരുത് എന്നതിന്, എന്തുകൊണ്ട് കാണരുത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഇന്ന് അത്യാവശ്യമാണ്. ഒരു കേരള സ്റ്റോറി ഇറങ്ങുമ്പോൾ മാത്രം നമ്മളൊക്കെ ആ സിനിമയുടെ പൊട്ടവശങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. അതിൽ കാര്യമില്ല. എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ബോധവൽക്കരണം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഇതുപോലെ ഇനിയും ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ നമ്മളൊക്കെ കാണേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലുള്ള കേരള സ്റ്റോറി പോലുള്ള സിനിമകൾ കണ്ട് അത് വിശ്വസിച്ച് അതൊരു കലാസൃഷ്ടിയല്ലേ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമ്മൾ കാണേണ്ടി വരും. അവരെ നമ്മൾ സഹിക്കേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.